എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്രാക്ഷന്റെ സബ്ട്രാക്ഷൻ ആണ് നോക്കിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് പേജ് നമ്പർ 146 രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നോക്കിക്കോളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അനു drew a circle and colored 5/12 of it. What fraction of the circle remains to be colored? എന്താണ്? അനു ഒരു വട്ടം വരച്ച് അതിന്റെ 5/12 ഭാഗത്തിന് നിറം കൊടുത്തു. ഇനി എത്ര ഭാഗം കൂടി നിറം കൊടുക്കാനുണ്ട്? ഇതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, ആ സർക്കിളിന് ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിനെ 12 ഈക്വൽ പാർട്ട് ആക്കിയേക്കാണ് ചെയ്തിരിക്കുന്നത്. അതില് 5 പാർട്ടിന് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാണ്ട് തന്നെ അറിയാം, 12-ല് 5 കളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി എത്ര ഭാഗം കളർ കൊടുക്കാനുണ്ടാവും? 7 ഭാഗം അല്ലെ? 7 5 അല്ലെ 12. അപ്പൊ അത് നമുക്ക് മൈനസിന്റെ രീതിയിൽ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ എങ്ങനെ എഴുതാം? ഫ്രാക്ഷൻ ഓഫ് സർക്കിൾ റിമെയിൻസ് ടു ബി കളേർഡ്. അപ്പൊ ആദ്യം ഫുള്ള് കളർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? 12/12 എന്ന് എഴുതാം അല്ലെ? അപ്പൊ 12/12 ആണ് ഫുള്ള് സർക്കിൾ. 12/12 മൈനസ് 5/12. അപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ ഈക്വൽ ആയിട്ട് കിട്ടും. 1 എഴുതേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ ഫ്രാക്ഷന്റെ അഡീഷൻ അതുപോലെ സബ്ട്രാക്ഷൻ വരുന്ന സമയത്ത് ഫ്രാക്ഷനെ ഈ രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. ഇപ്പൊ 5 ആണെങ്കിൽ 5/5, 4 ആണെങ്കിൽ 4/4. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ 12 ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് എഴുതാം? 12/12 എന്ന് എഴുതാം. മൈനസ് കളർ ചെയ്തത് 5/12 ആണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ആയി എന്ത് ചെയ്താൽ മതി? 12 മൈനസ് 5/12 അല്ലേ? അപ്പൊ 7/12 എന്നാണ് അതിന്റെ ആൻസർ. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In a 10-liter bucket there is 3/4 liters of water. How much more water is needed to fill the bucket? അതായത് 10 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു തൊട്ടിയില് 3/4 ലിറ്റർ വെള്ളമുണ്ട്. തൊട്ടി നിറയാൻ ഇനി എത്ര വെള്ളം ഒഴിക്കണം? അപ്പോൾ നമ്മുടെ ബക്കറ്റ് 10 ലിറ്റർ വെള്ളം കൊള്ളുന്നതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് എഴുതാം. അതിലിപ്പോ 3/4 ലിറ്റർ വെള്ളം ഉണ്ട്. ഇനി എത്ര വെള്ളം കൂടി ഒഴിച്ചാല് ബക്കറ്റ് നിറയും? അപ്പൊ ആകെ 10 ആണ് കൊള്ളുക അല്ലെ? അപ്പൊ അതിൽ നിന്ന് ഉള്ള വെള്ളത്തിന്റെ അളവ് കുറച്ചാൽ ഇനി എത്ര വെള്ളം ഒഴിക്കാമെന്ന് നമുക്ക് കിട്ടിക്കൂടെ? അപ്പൊ അത് നോക്കിയിട്ട് ക്വസ്റ്റ്യന്റെ അനുസരിച്ച് മൈനസ് ആണോ പ്ലസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എങ്ങനെ എഴുതാം? വാട്ടർ ക്യാൻ കണ്ടെയ്ൻ ഇൻ ദ ബക്കറ്റ്. തൊട്ടിയില് കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് 10 ലിറ്റർ. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഇൻ ദ ബക്കറ്റ്. ഇപ്പൊ ഉള്ള വെള്ളത്തിന്റെ അളവ് അല്ലെ? 3/4 ലിറ്റർ ആണ് ഇപ്പൊ ഉള്ള വെള്ളത്തിന്റെ അളവ്. മോർ വാട്ടർ നീഡഡ് ടു ഫിൽ ദ ബക്കറ്റ്. ബക്കറ്റ് നിറയാൻ ആവശ്യമായ വെള്ളം 10 ലിറ്റർ ആണ് കൊള്ളുക. 10 മൈനസ് 3/4. ഇവിടെ ഈ 3/4 എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ ആണ്, മിശ്ര ഭിന്നമാണ്. അപ്പൊ അതിനെ നമുക്ക് എന്താക്കി മാറ്റാം? ഇംപ്രോപ്പർ വിഷമ ഭിന്നമാക്കി മാറ്റാം. 10 മൈനസ് ഇതിനെ വിഷമ ഭിന്നാക്കുമ്പോൾ 3 × 4 + 3 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതി. 10 മൈനസ് ഇതെന്ത് വരും? 12 + 3 15/4 അല്ലേ? അപ്പോ ഇവിടെ നമുക്ക് 10 ആണ്. ഡിനോമിനേറ്റർ 1 ആണ്. വെറുതെ 10 എന്ന് പറഞ്ഞ ഡിനോമിനേറ്റർ 1 ആണ്. ഇവിടെ 15/4 ആണ്. അപ്പൊ ഈ ഡിനോമിനേറ്ററിനെ നമുക്ക് 4 ആക്കിയാൽ പോരെ? അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 10 × 4 മൈനസ് 15/4. 10 × 4 എന്ന് പറയുമ്പോൾ 40 ആണ്. 40 മൈനസ് 15. അപ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കി അല്ലേ? അപ്പോൾ 40 മൈനസ് 15 40 മൈനസ് 15/4. 40-ൽ നിന്ന് 15 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25 25/4 കിട്ടി. 25/4 എന്ന് പറഞ്ഞാൽ അത് ഇംപ്രോപ്പർ ആണ്. അതിനെ മിക്സഡ് ഫോമിലേക്ക് മാറ്റാം. അതായത് 25-നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 6 കിട്ടി അല്ലെ? 6 പ്രാവശ്യമാണ് പോവുക. ബാക്കി ഒന്നുണ്ട്. ആ ബാക്കി ഒന്നാണ് ഇവിടെ എഴുതിയത്. 6/1/4 ലിറ്റർ. ഇനി ആ ബക്കറ്റിൽ ഇത്ര കൂടി വെള്ളം ഒഴിച്ചാൽ 6.25 ലിറ്റർ കൂടി വെള്ളം ഒഴിച്ചാല് ബക്കറ്റ് നിറയും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്ത് നമുക്ക് കിട്ടണം?
10 കിട്ടണം. അത് കിട്ടും നോക്കാം. 6ഉം 3ഉം കൂടി കൂട്ടുമ്പോൾ 9. ഇനി 3/4 കാലും എന്ന് പറയുമ്പോൾ എത്രയാണ്? 1 ആണ്. അപ്പോൾ 10 ലിറ്റർ ആയി. അപ്പോൾ ആൻസർ കറക്റ്റ് ആണോ നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാം. A panchayat laid 14 3/4 kilometers of new roads last year. 16 1/4 kilometers of road is laid this year. How much more is laid this year? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം 14.25 കിലോമീറ്റർ റോഡ് പുതുതായി നിർമ്മിച്ചു. ഈ വർഷം 16.4 കിലോമീറ്ററും. ഈ വർഷം എത്ര കിലോമീറ്റർ കൂടുതൽ നിർമ്മിച്ചു? ഇതാണ് ചോദ്യം. അപ്പോൾ 2 വർഷങ്ങളിലും നിർമ്മിച്ച റോഡുകളുടെ അളവാണ് കിലോമീറ്ററിൽ തന്നിരിക്കുന്നത്. ഈ വർഷമാണ് നമുക്ക് കൂടുതൽ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വർഷം എത്ര കൂടുതലാണ് നിർമ്മിച്ചതെന്നാണ് ചോദ്യം. നമുക്ക് സ്റ്റെപ്പ് എഴുതാം. കിലോമീറ്റേഴ്സ് ഓഫ് റോഡ് ലെയ്ഡ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം പുതുതായി നിർമ്മിച്ച റോഡ് എത്രയാണ്? 14 3/4 കിലോമീറ്റർ. കിലോമീറ്റേഴ്സ് ഓഫ് റോഡ് ലെയ്ഡ് ദിസ് ഇയർ. ഈ വർഷം പുതുതായി നിർമ്മിച്ച റോഡ് 16 1/4 കിലോമീറ്റർ. നമുക്കറിയാം ഇതാണ് കൂടുതൽ അല്ലേ? 16 1/4 ആണ് കൂടുതൽ. എത്രയാണ് കൂടുതൽ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ നമുക്ക് എത്ര റോഡ് കൂടുതലായി നിർമ്മിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് അടുത്ത സ്റ്റെപ്പ്. കിലോമീറ്റേഴ്സ് ഓഫ് റോഡ് മോർ ലെയ്ഡ് ദിസ് ഇയർ. ഈ വർഷം കൂടുതൽ നിർമ്മിച്ച റോഡ് എന്താണ്? 16 1/4 മൈനസ് 14 3/4. ഇവിടെ നമുക്ക് 16 - 14 ചെയ്തിട്ടുള്ള രൂപം നമുക്ക് സാധിക്കില്ല. കാരണം എന്താണ്? 1/4 ആണോ 3/4 ആണോ വലുത്? 3/4 ആണ് വലുത് അല്ലേ? അപ്പൊ 1/4 നിന്ന് 3/4 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ രീതി നമുക്ക് മൈനസിന് കഴിയുന്നതും ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പ്ലസിന് ആ രീതിയാണ് എളുപ്പം. മൈനസ് ചെയ്യുമ്പോൾ ഈ രീതിയാണ് കൂടുതൽ നല്ലത്. ഈ രീതിയിൽ ചെയ്യാം. ഇതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റും. 16 × 4 + 1/4 എന്ന് എഴുതി. ഇവിടെ 14 × 4 + 3/4 എന്ന് എഴുതി. ഇനി 16 × 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64 + 1 എന്ന് പറയുമ്പോൾ 65 ആയി. ഡിവൈഡഡ് ബൈ 4 മൈനസ് 14 × 4 എന്ന് പറയുമ്പോൾ 56 ആണ്. 3 ആഡ് ചെയ്യുമ്പോൾ 59/4 എന്ന് കിട്ടി. അപ്പൊ ഡിനോമിനേറ്റർ തുല്യമായി അല്ലെ? ഈക്വൽ ആയി. അപ്പൊ എന്ത് ചെയ്താൽ മതി? 65 - 59 ഒരു ഡിനോമിനേറ്റർ ആക്കി എഴുതി. ഇനി 65 നിന്ന് 59 മൈനസ് ചെയ്യുന്നു. അപ്പൊ എത്ര കിട്ടി? 6 കിട്ടി. 6/4 എന്ന് എഴുതി. 6/4 എന്ന് പറയുന്നത് എന്ത് ഫ്രാക്ഷൻ ആണ്? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റണം. 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വന്നു. ബാക്കി റിമൈൻഡർ 2 ഉണ്ട് അല്ലേ? അപ്പൊ 2 ഇവിടെ എഴുതി. 2/4 എന്ന് എഴുതി. ഇനി ഈ 2/4നെ നമുക്ക് വീണ്ടും ചെറുതാക്കാൻ സാധിക്കും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1/2 എന്ന് എഴുതാം. അപ്പൊ ഇതിന്റെ ആൻസർ 1/2 കിലോമീറ്റർ. അതായത് ബാക്കി കൂടുതലായിട്ട് ഈ വർഷം നിർമ്മിച്ച റോഡിന്റെ അളവാണ് 1.5 കിലോമീറ്റർ. ഇനി നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിനോദ് bought 20 meters of string. From this, he first cut out 5 3/4 meters and later 6 1/4 meters. How much length is left? വിനോദ് 20 മീറ്റർ ചരട് വാങ്ങി. ഇതിൽ നിന്ന് ആദ്യം 5.25 മീറ്ററും പിന്നീട് 6.5 മീറ്ററും മുറിച്ചെടുത്തു. ഇനി എത്ര നീളം ബാക്കിയുണ്ട്? ഇതാണ് ചോദ്യം. അപ്പോൾ വിനോദ് വാങ്ങിയ ചരടിന്റെ നീളം എത്രയാണ്? 20 മീറ്റർ അല്ലേ? അപ്പൊ ലെങ്ത് ഓഫ് സ്ട്രിങ് 20 മീറ്റർ. ലെങ്ത് ഓഫ് സ്ട്രിങ് ഫസ്റ്റ് ഘട്ടം ആദ്യം മുറിച്ചെടുത്തത് എത്ര ഭാഗമാണ്? 5 3/4 5.25 മീറ്റർ. ലെങ്ത് ഓഫ് സ്ട്രിങ് കട്ട് ഔട്ട് ലേറ്റർ പിന്നീട് മുറിച്ചെടുത്ത നീളം എത്രയാണ്? 6 1/2 6.5 മീറ്റർ. ഇനി ബാക്കി എത്ര നീളം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് 2 പ്രാവശ്യം ഇവിടെ മുറിച്ചെടുത്തു അല്ലേ? ആദ്യം 20 മീറ്റർ ആയിരുന്നു ചരടിന്റെ നീളം.
അതിൽ നിന്ന് 2 പ്രാവശ്യം മൈനസ് ചെയ്തു അല്ലേ, 2 പ്രാവശ്യം മുറിച്ചില്ലേ. ആദ്യം 5 3/4 മുറിച്ചു, പിന്നീട് വരുന്നതിന് വീണ്ടും മൈനസ് ചെയ്തു, 6 1/2 മൈനസ് ചെയ്തു. 2 പ്രാവശ്യം മുറിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ ഒരു കാര്യം ചെയ്തുകൂടെ? മുറിച്ചെടുത്തത് ആകെ എത്രയാന്ന് നമുക്ക് കൂട്ടി നോക്കിക്കൂടെ? അത് കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 20-ൽ നിന്ന് കുറച്ചാൽ പോരെ? രണ്ടും വേറെ വേറെ കുറക്കണേക്കാൾ എളുപ്പമല്ലേ അത്? എന്താണ്? 20-ൽ നിന്ന് ആദ്യം ഒരെണ്ണം കുറച്ച് പിന്നീട് വേറെ ഒരെണ്ണം കുറക്കണേക്കാൾ എളുപ്പം എന്താണ്? രണ്ടും കുറച്ച ഭാഗങ്ങൾ, അതായത് വെട്ടിയെടുത്ത ഭാഗങ്ങള് കൂട്ടുക. അത് കൂട്ടുമ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടും. അതിൽ നിന്ന് അത് 20-ൽ നിന്ന് കുറയ്ക്കുകയാണ് കൂടുതൽ സൗകര്യം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, 20 - 5 3/4 + 6 1/2 എന്ന് എഴുതാം. ഇനി ഇവിടെ കുറച്ച് സ്ഥലത്തിന്റെ പരിമിതി ഉണ്ട്, അതുകൊണ്ട് ഇവിടെ നീക്കി എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോ ഇവിടെ ഇത് ആദ്യം ചെയ്യാൻ പോവാണ്. 5 3/4 6 1/2 ആണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്ലസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 5ഉം 6ഉം കൂടിയിട്ട് ആദ്യം പ്ലസ് ചെയ്തിട്ട് 3/4ഉം 1/2ഉം രണ്ടാമത് കൂട്ടുന്നു. അപ്പോൾ 5ഉം 6ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് 11 കിട്ടി. ഇനി 3/4 1/2 നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിനോമിനേറ്റർ ഈക്വൽ അല്ല, ഇവിടെ 4ഉം ഇവിടെ 2 ആണ്. നമുക്ക് ഇതിനെ നമുക്ക് 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 4 ആവും അല്ലേ. അപ്പൊ 1/2നെ മാത്രം 2 കൊണ്ട് ഗുണിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ 11 + 3/4 ഇവിടെ 2/4 ആയിട്ട് മാറി. അപ്പൊ ഡിനോമിനേറ്റർ ഛേദങ്ങൾ തുല്യമായി, വംശങ്ങൾ തമ്മിൽ കൂട്ടാം. 11 + 5/4 എന്ന് വന്നു. ഇനി 5/4 എന്ത് ഫ്രാക്ഷൻ ആണ്? ഇംപ്രോപ്പർ ആണ്, വിഷമഭിന്നാണ്. അപ്പൊ അതിനെ മാറ്റി എഴുതുമ്പോൾ 5നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 വന്നു, അത് സൈഡിൽ എഴുതി. ബാക്കി ഒന്നുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ 1 1/4 ആയിട്ട് മാറി. അപ്പൊ ഇവിടെ ഒരു നമ്പറും കൂടി വന്നു. 11ന്റെ കൂടെ ഒന്നുകൂടി കൂട്ടുമ്പോൾ എത്രയും 12 12 1/4 മീറ്റർ ആണ് ആകെ മുറിച്ചെടുത്ത ചരടിന്റെ നീളം. ഇനി നമുക്ക് ബാക്കി വരുന്നത് കാണാൻ എന്ത് ചെയ്യണം? ഈ 20-ൽ നിന്ന് നമ്മൾ ആകെ മുറിച്ചെടുത്തത് മൈനസ് ചെയ്യുന്നു. അതായത് 20 - 12 1/4 എന്ന് എഴുതുന്നു. ഇവിടെ മൈനസ് ആണ്, അപ്പൊ അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റുന്നു അല്ലെ. അപ്പൊ 20 - ഇതിനെ 12 × 4 + 1/4 എന്ന് എഴുതി. അപ്പൊ 20 - 48 + 1 49/4 വന്നു. ഇപ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ അല്ല അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ 4 ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടി ഇവിടെ 4 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. അപ്പൊ 20 × 4 മൈനസ് ഇവിടെ 49/4 എന്ന് എഴുതി. ഇനി 20 × 4 80 ആണ്. 80 - 49/4. ഇനി 80-ൽ നിന്ന് 49 കുറയ്ക്കുമ്പോൾ എത്ര വരുന്നത്? 31 അല്ലെ. 31 31/4 എന്ന് കിട്ടി. 31/4 എന്ന് പറയുമ്പോൾ എന്ത് ഫ്രാക്ഷനാ? ഇംപ്രോപ്പർ ആണ്. അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്നു. അതായത് 31നെ 4 കൊണ്ട് ഹരിക്കുന്നു. അപ്പൊ നമുക്ക് 7 പ്രാവശ്യമാണ് പോകുന്നത്. 7 × 4 28 ആണ് വരുന്നത്. ബാക്കി 3 വരുന്നുണ്ട്, അത് മുകളിൽ എഴുതി. 7 3/4 മീറ്റർ ആണ് ബാക്കി വരുന്ന ചരടിന്റെ നീളം അല്ലെ. അപ്പൊ നമുക്ക് വെട്ടിയെടുത്തതും ഇതും കൂടി കൂട്ടിയാ എന്ത് കിട്ടണം? ബാക്കി വരുന്നതും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 20 കിട്ടണ്ടേ. അപ്പൊ നോക്കാം നമുക്ക്. 12ഉം 7ഉം കൂടി കൂട്ടുമ്പോൾ 19 വന്നു. 3/4 കാലും 1, അപ്പൊ 20 ആയില്ലേ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് എഴുതിയെടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1/3 of a tank is filled with water. When another 100 liters of water was poured in, it became half full. How many liters can the tank hold in all? അതായത് ഒരു ടാങ്കിന്റെ 1/3 ഭാഗം വെള്ളമുണ്ട്. 100 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ അത് പകുതി നിറഞ്ഞു. ടാങ്കിലാകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഇത് വളരെ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് കാരണം ഇവിടെ പറയുന്നത് വളരെയേറെ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ടാങ്കിന്റെ ചിത്രം വരച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ടാങ്കിന്റെ 1/3 ഭാഗത്തില് വെള്ളമുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്തു?
ടാങ്കിനെ 3 തുല്യ ഭാഗങ്ങളായിട്ട് നമ്മൾ മുറിച്ചു. മുറിക്കാന്ന് പറഞ്ഞാൽ ടാങ്കിനെ മുറിക്കണമൊന്നുമില്ല, നമ്മൾ 3 തുല്യ ഭാഗങ്ങളാക്കി ഇവിടെ കാണിക്കുന്നു. 1 ഇതൊരു ഭാഗം, ഇത് രണ്ടാമത്തെ ഭാഗം, ഇത് മൂന്നാമത്തെ ഭാഗം. അങ്ങനെ 3 ഭാഗങ്ങളായിട്ട് ടാങ്കിനെ കാണിച്ചിരിക്കുകയാണ്. നമ്മളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? 3-ൽ-1 ഭാഗത്തിൽ, അതായത് ആദ്യത്തെ നമ്മൾ അവസാനത്തിൽ നിന്ന് എടുക്കണ ഈ ഭാഗത്തിലാണ് ടാങ്കില് വെള്ളം ഉള്ളത്. ഈ ഭാഗത്തിൽ നമുക്ക് വെള്ളമുണ്ട്, അതായത് 1/3 ഭാഗത്ത് വെള്ളമുണ്ട്. ഇനി അത് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇനി 100 ലിറ്റർ വെള്ളം കൂടി നമ്മൾ ഒഴിച്ചപ്പോൾ എന്താ ഉണ്ടായത്? ടാങ്ക് പകുതിയായി. പകുതി എന്ന് പറഞ്ഞാൽ ഏകദേശം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 100 ലിറ്റർ ഒഴിച്ചപ്പോഴാണ് ടാങ്ക് പകുതി ആയത്. അങ്ങനെയാണെങ്കിൽ ടാങ്കില് എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേറെ ഒന്നും നമ്മൾക്ക് അളവൊന്നും തന്നിട്ടില്ല. അപ്പോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടാങ്കിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവാണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ആകെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ 100 ലിറ്റർ ഒഴിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അപ്പൊ ഈ 100 ലിറ്റർ ഒഴിച്ചത് എത്ര ഭാഗത്തിലാണ് എന്ന് നമ്മൾ കാണണ്ടേ? എത്ര ഭാഗത്തിലാണ് 100 ലിറ്റർ വെള്ളം കൊള്ളുക എന്ന് നമ്മൾ കണ്ടെത്താം. അപ്പൊ ഇതിന്റെ ഭാഗം കാണാനായിട്ട് നമുക്കറിയാം, ഇവിടെ മുതൽ ഇവിടെ വരെ 1/3 ആണ്, ഇവിടെ മുതൽ ഇവിടെ വരെ എന്താണ്? 1/2 ആണ്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഈ ഭാഗം കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം? ഈ പകുതിയിൽ നിന്ന് ഈ ഭാഗം കുറച്ചാൽ പോരെ? അപ്പൊ നമുക്ക് ഈ ഭാഗം എത്രയായി, പാർട്ട് എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താം. അതാണ് ഇവിടെ ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് വെള്ളത്തിന്റെ അളവ് തന്നിട്ടുള്ളൂ. അപ്പൊ ഈ പാർട്ട് എത്രയാണെന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. അതായത് അപ്പോ ഇത് 1/2 ആണ്, മൊത്തം 1/2 ആണ്. അതിൽ നിന്ന് ഇത് 1/3 ആണ്. ഈ 1/3 കുറയ്ക്കുകയാണെങ്കിൽ അവിടെ കൊള്ളുന്ന വെള്ളമാണ് എന്ത്? 100 ലിറ്റർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ 1/2 ഇത് എടുക്കാനാണ് ബുദ്ധിമുട്ടായിട്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമാണ് ചെയ്യാൻ. അങ്ങനത്തെ വരാറൊന്നുമില്ല, ഇതൊരു ലോജിക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 1/2 1/3 മൈനസ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ 3 കൊണ്ടും ഇവിടെ 2 കൊണ്ടും, ഇവിടെ ഒന്നാമത്തേനെ 3 കൊണ്ടും രണ്ടാമത്തെ ഫ്രാക്ഷനെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്താ വന്നത്? 3/6 വന്നു, ഇവിടെ 2/6 വന്നു. ഡിനോമിനേറ്റർ ഈക്വൽ ആയി. 3-ൽ നിന്ന് 2 കുറച്ചു, അപ്പൊ എന്താ വന്നത്? 1/6 വന്നു. 1/6 ഭാഗത്താണ് നമ്മൾ 100 ലിറ്റർ വെള്ളം ഒഴിച്ചത്, അല്ലേ? 1/6 പാർട്ടിലാണ് 100 ലിറ്റർ വെള്ളം കൊണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇത് 1/6 ആണ്, ടാങ്കിന്റെ 1/6 ആണ്. അപ്പൊ ടാങ്ക് ഫുള്ള് എന്ന് പറയുമ്പോ എന്തുണ്ടാവും? 6/6 അല്ലേ ടാങ്ക് ഫുള്ള് എന്ന് പറയുമ്പോ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? വാട്ടർ കണ്ടെയ്നിങ് 1/6 പാർട്ട് ആണ് 100 ലിറ്റർ. അതായത് 1/6 ഭാഗത്ത് കൊള്ളുന്ന വെള്ളമാണ് 100 ലിറ്റർ. അപ്പൊ ഫുൾ ടാങ്ക് ഫുള്ള് എന്ന് പറയുമ്പോ 6/6 ആണ്. അപ്പോഴല്ലേ 1 വരുന്നു. അപ്പോൾ 1/6 നമുക്ക് 100 ആണെങ്കിൽ 6/6 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 100നെ ഇൻറ്റു 6 ചെയ്താൽ മതി, 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 6-ൽ-1 ഭാഗത്ത് 100 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ 6-ൽ 6 ഭാഗത്ത് കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് എത്രയാണ്? 100 × 6, 600 ലിറ്റർ വെള്ളമാണ് ആ ടാങ്കിൽ മൊത്തമായിട്ട് കൊള്ളുക. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ചിത്രമൊക്കെ വരച്ചിട്ട് മനസ്സിലാക്കി എഴുതിയെടുത്തോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. There are 2 taps opening into a tank. If only the first tap is open, tank fills in 10 minutes. If only the second tap is open, it takes 15 minutes to fill the tank. അതിൽ കുറച്ച് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് 2 പൈപ്പുകളുണ്ട്. 2 പൈപ്പുകള്, ഒന്നാമത്തെ പൈപ്പ് തുറക്കുകയാണെങ്കിൽ ടാങ്ക് 10 മിനിറ്റ് കൊണ്ട് നിറയും. രണ്ടാമത്തെ പൈപ്പ് തുറക്കുകയാണെങ്കിൽ ടാങ്ക് 15 മിനിറ്റ് കൊണ്ട് നിറയും. അതായത് സബ് ക്വസ്റ്റ്യൻ എന്താന്ന് വിചാരിച്ചാല്, ആദ്യത്തെ പൈപ്പ് മാത്രം തുറക്കുകയാണെങ്കിൽ ടാങ്ക് 1 മിനിറ്റില് എത്ര നിറയും എന്നാണ് ചോദ്യം. ഒന്നാമത്തെ പൈപ്പ് മാത്രം തുറക്കുകയാണെങ്കിൽ 1 മിനിറ്റിൽ ടാങ്ക് എത്ര നിറയും? ഒന്നാമത്തെ പൈപ്പ് തുറന്നാൽ 10 മിനിറ്റ് കൊണ്ടല്ലേ ടാങ്ക് നിറയുക, അല്ലേ? അപ്പൊ 1 മിനിറ്റിൽ നിറയുന്നത് എന്താണ്? 10-ൽ-1 ഭാഗമല്ലേ? അപ്പൊ എന്തായിട്ടാ നമുക്ക്? If only first tap open, fraction of tank filled in 1 minute.
1/10 1/10 പാർട്ട്. ഇനി രണ്ടാമത്തെ പൈപ്പ് തുറക്കുമ്പോൾ 15 മിനിറ്റ് കൊണ്ടാണ് ടാങ്ക് നിറയുക. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് എത്ര നിറയുമെന്നാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പൊ എന്താണ് ഈ ഫോണിൽ സെക്കൻഡ് ടാപ്പ് ഓപ്പൺ ഫ്രാക്ഷൻ ഓഫ് ടാങ്ക് ഫിൽഡ് ഇൻ 1 മിനിറ്റ്. 15 മിനിറ്റില് ഒരു ഭാഗം അല്ലേ, 1/15 പാർട്ട്. ഇനി എന്താണ് ചോദിച്ചാണ്, രണ്ട് പൈപ്പുകളും ഒരുമിച്ച് തുറക്കുകയാണെങ്കിൽ 1 മിനിറ്റില് എത്ര ഭാഗം നിറയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ട് പൈപ്പ് ഒരുമിച്ച് തുറക്കാന്ന് പറഞ്ഞാല് 1/10ഉം 1 മിനിറ്റിൽ 1/10 പ്ലസ് 1/15 അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് വരുന്നത്. ഇനി ചെയ്യുന്നത് അടുത്ത ഇതിൽ കാണിക്കാം. അപ്പോൾ 1/10 പ്ലസ് 1/15 പാർട്ട് ഇത് ചെയ്ത് കാണിക്കാം. രണ്ട് പൈപ്പുകളും തുറന്നു വെച്ചാല് 1 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു 1/10 പ്ലസ് 1/15 ആണ് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്കത് ചെയ്യാം. ഇവിടെ ഡിനോമിനേറ്റർ വ്യത്യസ്തമാണ്. അപ്പോൾ ഡിനോമിനേറ്ററിനെ തുല്യമാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 10നെ 15 ആക്കാനൊന്നും പറ്റില്ല. അപ്പോൾ 1/10നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1/15നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അങ്ങനെ നമുക്ക് 15/150 കിട്ടി. ഇപ്പുറത്ത് 10/150 കിട്ടി. ഡിനോമിനേറ്റർ തുല്യമായി. അപ്പോൾ 15 പ്ലസ് 10/150 അത് ചെയ്യുമ്പോൾ നമുക്ക് 25/150 ആണ് വന്നത്. ഒന്നിലോ നമുക്ക് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 25ലും 150ലും പോകുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നേരിട്ട് നമുക്ക് 25 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. 25ൽ 25 ഒരു പ്രാവശ്യം, 150ൽ 6 പ്രാവശ്യമാണ് പോവുക. അല്ലെങ്കിൽ പിന്നെ 5 കൊണ്ട് ചെയ്തിട്ട് വീണ്ടും ചെറുതാക്കേണ്ടി വരും. 5 കൊണ്ട് ചെയ്യുമ്പോൾ 5/30 വരും. പിന്നെ വീണ്ടും 5 കൊണ്ട് ചെയ്യുമ്പോൾ 1/6 വരും. അതായത് രണ്ട് പൈപ്പുകളും തുറന്നു ഇട്ട് കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയുന്നത് 6ൽ ഒരു ഭാഗമാണ്. 1 മിനിറ്റ് കൊണ്ട് നിറയുന്നത് 6ൽ ഒരു ഭാഗം. അപ്പൊ 6ആണ് ആകെയുള്ള ഭാഗം. 6ൽ ഒരു ഭാഗമാണ് 1 മിനിറ്റ് കൊണ്ട് നിറയുന്നത്. ഇനി ഇതിന്റെ റിലേറ്റഡ് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് ചോദിച്ചിരിക്കുന്നത്, രണ്ട് പൈപ്പും തുറന്നു വെച്ചാല് ടാങ്ക് എത്ര സമയം കൊണ്ട് നിറയും അല്ലെ. 1 മിനിറ്റ് കൊണ്ട് നമുക്ക് 6ൽ ഒരു ഭാഗം നിറയും എന്നുണ്ടെങ്കിൽ അല്ലെ, ഒരു ഭാഗം നിറയുമെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ടാണ് ടാങ്ക് നിറയുക? 6 മിനിറ്റ് കൊണ്ട് അല്ലേ. 6ൽ ഒരു ഭാഗമാണ് 1 മിനിറ്റിൽ നിറയുക. ഫുള്ളായിട്ട് നിറയണമെങ്കിൽ എത്ര വേണം, ഇൻറ്റു 6. അപ്പോൾ 6. അപ്പോൾ എന്താണ്, 6 മിനിറ്റ് കൊണ്ട് ടാങ്ക് ഫുള്ളായിട്ട് നിറയും. അപ്പൊ ആദ്യത്തെ പൈപ്പ് തുറന്നാൽ 10 മിനിറ്റ്, രണ്ടാമത്തെ പൈപ്പ് തുറക്കുകയാണെങ്കിൽ 15 മിനിറ്റ്, രണ്ട് പൈപ്പും ഒരുമിച്ച് തുറക്കുകയാണെങ്കിൽ ടാങ്ക് 6 മിനിറ്റ് കൊണ്ട് നിറയും. മനസ്സിലാക്കിയിട്ട് എഴുതി. അടുത്ത ക്വസ്റ്റ്യൻ, മിൽക്ക് സൊസൈറ്റി ഗോട്ട് 75 1/4 liters in the morning and 54 1/4 in the evening. Of this 15 1/4 liters was sold. How much milk is left? അതായത് ഒരു പാൽ സൊസൈറ്റി, അവിടെ രാവിലെ കിട്ടുന്ന പാലിന്റെ അളവാണ് 75 1/4 ലിറ്റർ. മിൽക്ക് ഗോട്ട് ഇൻ ദി ഈവനിങ്, വൈകുന്നേരം കിട്ടിയ പാലിന്റെ അളവാണ് 55 1/4 ലിറ്റർ ആണ്. ഇനി ഇതിൽ നിന്ന് വിറ്റ പാലിന്റെ അളവ് അതിൽ തന്നിട്ടുണ്ട്. എത്ര പാലാണ് വിറ്റത്? 15 1/4 ലിറ്റർ പാല് വിറ്റുപോയി. ബാക്കി എത്ര പാലുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആകെ കിട്ടിയ പാല് നമുക്ക് രണ്ട് ഇതായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ എന്ത് കാണണം, ആകെ കിട്ടിയ പാലിന്റെ അളവ് കാണണം. ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഗോട്ട് എങ്ങനെ ചെയ്യാം, രാവിലെ കിട്ടിയ പാലിന്റെ അളവ് പ്ലസ് വൈകിട്ട് കിട്ടിയ പാലിന്റെ അളവ്. അപ്പോൾ കൂട്ടുമ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് ആണ്. അപ്പോൾ 75ഉം 55ഉം വേറെ കൂട്ടി 1/4 വേറെ കൂട്ടി. എന്ത് കിട്ടി, 130 2/4. അതിന് ചെറുതാക്കുമ്പോൾ 130 1/2. അതായത് 130 ലിറ്റർ പാലാണ് 2 നേരം കൂടി നമുക്ക് ആകെ കിട്ടിയത്. വിറ്റ പാലോ 15.4 ലിറ്റർ മാത്രമേ വിറ്റിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എത്ര പാലുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ആകെ കിട്ടിയ പാലിൽ നിന്ന് വിറ്റ പാല് കുറയ്ക്കണം അല്ലേ. 130ൽ നിന്ന് 15.4 കുറയ്ക്കുന്നു. കുറയ്ക്കുമ്പോൾ നമുക്ക് വേറെ സെപ്പറേറ്റ് ആക്കി കുറയ്ക്കാം, വിരോധമൊന്നുമില്ല. പക്ഷെ കുറയ്ക്കുമ്പോൾ എപ്പോഴും 1/2 1/4 കുറയ്ക്കാൻ പറ്റും. അരയിന്ന് കാല് കുറച്ചാൽ എത്രയാണ്, കാലാണ് അല്ലേ. 2 കാലുകൾ ചെയ്യുമ്പോഴാണ് അരയാവുന്നത്. ഈ രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ
എന്താക്കണു, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നു. ഇവിടെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി. അപ്പോൾ എന്താണ് കിട്ടുക, 150 ഇൻറ്റു 261 കിട്ടും. ഇവിടെ 130 ഇൻറ്റു 2 + 1 261/2. ഇവിടെ 61/4 കിട്ടി. ഇനി ഇവിടുത്തെ ഡിനോമിനേറ്റർ വ്യത്യസ്തമായതുകൊണ്ട് ഡിനോമിനേറ്റർ തുല്യമാക്കാൻ ഇവിടെ 2 കൊണ്ട് ഗുണിക്കുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 261 ഇൻറ്റു 2 2 ഇൻറ്റു 2 61/4 അതുപോലെ തന്നെ എഴുതി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ 522/4 മൈനസ് 61/4 രണ്ടിൻ്റെ ഡിനോമിനേറ്റർ ഈക്വലായി. 522 നിന്ന് 61 കുറയ്ക്കണം. അപ്പം എന്താണ് കിട്ടിയത്, 461/4 കിട്ടി. ഇനി ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ കോഷ്യൻ്റ് 115 കിട്ടും, റിമൈൻഡർ 1 കിട്ടും, ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതും. അതായത് 115 1/4 ലിറ്ററാണ് ബാക്കി വരുന്ന പാലിൻ്റെ അളവ്. അപ്പോൾ ഈ ചോദ്യത്തോടു കൂടി നമ്മുടെ യൂണിറ്റിലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത യൂണിറ്റ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.